My name is Matthew Stephen, practicing Chartered Accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. ഷെയർഡ് ഓണർഷിപ്പിൽ പ്രോപ്പർട്ടി വാങ്ങുന്നത് നല്ലതാണോ? പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം ബയേഴ്സ് പ്രോപ്പർട്ടി പ്രൈസ് കൂടിയിരിക്കുന്നത് കൊണ്ടും ഇൻകത്തിന്റെ അഫോർഡബിലിറ്റി, ഡെപ്പോസിറ്റ്, മറ്റ് കാരണങ്ങൾ കൊണ്ട് ഫസ്റ്റ് ടൈം ബയേഴ്സിന് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ട് ഷെയർഡ് ഓണർഷിപ്പ് തോന്നും. ഇതിൽ പ്രൈസ് മാർക്കറ്റ് റേറ്റിനേക്കാളും കൂടുതലായിരിക്കും. നമ്മൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഇത് വാങ്ങുമെന്ന് മുൻധാരണയുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് ഷെയർഡ് ഓണർഷിപ്പിൽ പ്രോപ്പർട്ടി വാങ്ങുകയും പ്രത്യേകിച്ച് ഫ്ലാറ്റ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്യൂച്ചറിൽ ഒരു നാൾ വിൽക്കുന്ന സമയത്ത് വാല്യൂ കൂടുന്ന ഏരിയയിലായിരിക്കണം. ഇത് പറയുവാനുള്ള കാരണം 2016 ഷെയർഡ് ഓണർഷിപ്പിൽ ഫ്ലാറ്റ് വാങ്ങുകയും അതിനുശേഷം 2024 അത് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ബാങ്ക് അതിനെ അണ്ടർ വാല്യൂ ചെയ്തു. അതെല്ലാം തീരുമാനിക്കുന്ന ഓരോ ഏരിയയുടെയും ഫ്ലാറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. പലപ്പോഴും ഫസ്റ്റ് ടൈം ബയേഴ്സ് വീട് വാങ്ങുന്ന സാഹചര്യത്തിൽ അത് വിൽക്കുന്ന സാഹചര്യം ആലോചിക്കുന്നില്ല. ഇങ്ങനെ ഷെയർഡ് ഓണർഷിപ്പിൽ വാങ്ങുന്ന ഫ്ലാറ്റ് വിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രൈസിന്റെ ഇൻക്രീസിന് നിങ്ങൾക്ക് ഷെയർ കിട്ടുന്നതാണ്. വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലോസ് ആണെങ്കിൽ ആ ലോസിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നു. പലപ്പോഴും ഇത് വലിയ ബുദ്ധിമുട്ടുകളിൽ എത്തിക്കുന്നുണ്ട്. പലർക്കും ഷെയർഡ് ഓണർഷിപ്പിൽ വാങ്ങിയ വീട് വിറ്റ് അതിൽ നിന്നുള്ള ലാഭം കൊണ്ട് വലിയ വീട് വാങ്ങാൻ ഉള്ള അവസരം ഇതുമൂലം നഷ്ടപ്പെടുന്നു. പലരും വിചാരിക്കും വാടകയ്ക്ക് താമസിക്കുന്നതിലും നല്ലത് ഓണർഷിപ്പിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതാണ് നല്ലതെന്ന് വിചാരിക്കും. പക്ഷേ പ്രോപ്പർട്ടി പ്രൈസ് നിങ്ങൾ കൊടുക്കുന്നത് വളരെ കൂടുതലാണെങ്കിൽ, ഇനി വിൽക്കുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിയ വിലയേക്കാളും കുറച്ചാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നഷ്ടത്തിലാണ് എത്തിക്കുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഫസ്റ്റ് ടൈം ബയേഴ്സ് പ്രത്യേകിച്ച് ഷെയർഡ് ഓണർഷിപ്പിൽ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആ ഏരിയയിൽ പ്രോപ്പർട്ടി പ്രൈസ് കൂടുന്നതാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷെയർഡ് ഓണർഷിപ്പിൽ ഫ്ലാറ്റ് വാങ്ങുമ്പോൾ അതിന്റെ മാനേജ്മെന്റ് ചാർജും മറ്റു ഹിഡൻ ചാർജുകൾ കൊണ്ട് ഫ്യൂച്ചറിൽ അത് സെല്ല് ചെയ്യാനുള്ള അവസരം കുറയുന്നു. നിങ്ങൾക്കറിയാം, എല്ലാ ഫസ്റ്റ് ടൈം ബയേഴ്സും ആഗ്രഹിക്കുന്ന ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി വാങ്ങാനാണ്. അപ്പോൾ ഫ്ലാറ്റിനുള്ള ആ ക്യാപിറ്റൽ ഇൻക്രീസ് വളരെ കുറവായിരിക്കും. ഷെയർഡ് ഓണർഷിപ്പിൽ പ്രോപ്പർട്ടി വാങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതിന്റെ പ്രൈസ് മാർക്കറ്റ് റേറ്റ് ആയിരിക്കണം. നിങ്ങൾ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ആ ഏരിയയിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പ്രൈസ് പ്രീമിയം ആണെങ്കിൽ ഫ്യൂച്ചറിൽ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ലോസ് ഉണ്ടാകുകയും അതുവഴി നിങ്ങൾക്ക് മറ്റ് വലിയ പ്രോപ്പർട്ടിയിലേക്ക് മാറാൻ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് അത് ബാധിക്കുന്നു. ഇത് പലരെയും ബാധിച്ചിട്ടുണ്ട്. കാരണം ബിൽഡേഴ്സ് വലിയ മാർക്കറ്റിങ്ങിലൂടെ ഈ ഹയർ പ്രൈസിൽ പ്രോപ്പർട്ടി ഫസ്റ്റ് ടൈം ബയേഴ്സിന് കൊടുക്കുന്നു. മോർഗേജ് കിട്ടാൻ എളുപ്പമുണ്ട്, ഡെപ്പോസിറ്റ് കുറച്ച് മതി, ഇൻകത്തിന്റെ അഫോർഡബിലിറ്റി കുറച്ച് മതി. ഈ കാരണങ്ങൾ കൊണ്ട് പലരും ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്താലും അതിനുശേഷം വിൽക്കുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ വലിയ റിസ്ക് ഉണ്ട്. ഒക്ടോബർ 18 വെള്ളിയാഴ്ച നോർത്താംപ്ടണിൽ ഇൻഡോ UK ബിസിനസ് ഷോ നടത്തുന്നുണ്ട്. ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി UK ബിസിനസ് ചെയ്യുവാനും നിങ്ങൾ നടത്തുന്ന ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുവാനും മറ്റ് പാർട്ട്നേഴ്സിനെയോ ഇൻവെസ്റ്റേഴ്സിനെയോ കണ്ടുപിടിക്കുവാനും പ്രയോജനപ്പെടുന്നു. UK ബിസിനസിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെന്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.